സ്കൂൾ തുറക്കാൻ പോവാണ്. വിദ്യാർത്ഥികളെല്ലാവരും പുതിയ കൂട്ടുകാരിലേക്ക്, പുതിയ അന്തരീക്ഷത്തിലേക്ക്, പുതിയ ക്ലാസ് മുറികളിലേക്ക് പോകാൻ പോവുകയാണ്. ഈ സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മോടൊപ്പം ഡോക്ടർ CP അഷ്റഫ് സർ, അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റാണ്, പാരൻറ്റിങ് കോച്ചാണ്. ഈ വിഷയത്തിൽ വളരെയധികം കാലമായി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സർ, സ്വാഗതം ഇൻസൈറ്റിലേക്ക്. സ്കൂളുകൾ തുറക്കാൻ പോകാണല്ലോ. എല്ലാ വിദ്യാർത്ഥികളും പുതിയൊരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരു സമയമാണ്. ഈ സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകും. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ഓക്കെ ശരിയാണത്. കേരളത്തിൽ സ്കൂളും മഴയും ഒരുമിച്ചാണ് തുറക്കാറ്. പ്രാവശ്യം മഴ കുറച്ച് നേരത്തെ തുറന്നിട്ടുണ്ട്. ശരിക്ക് സ്കൂള് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നേ ഉള്ളൂ. പഠനം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നില്ല. പഠനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഒരു കുട്ടീൻ്റെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് സ്കൂളല്ല, അത് വീട് തന്നെയാണ്. അപ്പോൾ ആ വീടിൻ്റെ എക്സ്റ്റൻഷനാണ് ശരിക്ക് സ്കൂളിങ് എന്നുള്ളത്. അപ്പോൾ വീട് എത്രമാത്രം കുട്ടിയെ പരിപോഷിപ്പിക്കാനും കുട്ടീൻ്റെ വളർച്ചയിൽ ഇടപെടാനും പറ്റുന്നുണ്ടോ, ഏറെക്കുറെ അതിൻ്റെ സമാനമായ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഒരു ഫോർമൽ സെറ്റിംഗ് ആയ സ്കൂളിൽ നിന്നും കിട്ടുക. പഠനത്തിൻ്റെ ഒരു ഫോർമൽ സെറ്റിംഗ്, ഔദ്യോഗികമായൊരു സ്പേസാണ് സ്കൂളിംഗ് എന്നുള്ളത്. അവിടെ ഔദ്യോഗികമായിട്ട് പരിശീലനം കിട്ടിയ അധ്യാപകർ, അനധ്യാപകർ, കരിക്കുലം, അതിൻ്റെ ടൂൾസ്, പുസ്തകങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നു. പക്ഷേ ഇതിലപ്പുറമുള്ള പഠനങ്ങൾ നടക്കുന്നത്, ജീവിതത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പഠനങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും ആദ്യത്തെ വിദ്യാലയമായ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു കുടുംബം ഒരു കുട്ടിയെ സ്കൂളുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, സ്കൂളിങ്ങുമായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം സ്കൂളിംഗ് എന്ന് രണ്ട് രീതിയിൽ, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. സ്കൂളിംഗ് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട രക്ഷാകർതൃത്വത്തിൻ്റെ, രക്ഷിതാവിൻ്റെ ഇടപെടൽ എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ സ്കൂളുമായിട്ട് കണക്ട് ചെയ്ത് പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാരൻറ്റിങ്ങിനെ മനസ്സിലാക്കുമ്പോൾ സ്കൂളിൻ്റെ ഓരോ ഘട്ടത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്കൂളിങ്ങിൻ്റെ ഒരു ഘട്ടം, ആദ്യ ഘട്ടം എന്നുള്ളത് ഒരു കുഞ്ഞിൻ്റെ ഗർഭകാലം മുതൽ ഒരു 3-3.5 വയസ്സ് വരെയുള്ള ഘട്ടം തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അതാണ് ഒരു കുട്ടിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്കൂളിങ്. ആ സ്കൂളിങ്ങിൻ്റെ തുടർച്ചയാണ് ശരിക്കും പിന്നെ നമുക്ക് പറയുന്ന സാധാരണ നമ്മൾ സ്കൂളെന്ന് വിളിക്കുന്ന സ്ഥലത്ത് കിട്ടുന്നത്. ഇതിൽ അനൗദ്യോഗികമായിട്ട് കുട്ടിക്ക് കിട്ടിയ പഠനങ്ങളുടെ അതിൽ നിന്ന് കുട്ടി ഉണ്ടാക്കിയെടുത്തൊരു പെർസെപ്ഷൻ കുട്ടിക്കുണ്ടാവും. ഇതാണ് ലോകം, ഇതാണ് മനുഷ്യർ, ഇതാണ് കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാകും കുട്ടി. അത് വെച്ചുകൊണ്ടാണ് കുട്ടി സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 3.5 വർഷക്കാലത്തെ ശിക്ഷണം നമുക്ക് വിളിക്കാം. കാരണം ഒരു കുട്ടിക്ക് 2 തരത്തിലുള്ള പാരൻറ്റിങ് ഉണ്ട്. ഒന്ന് ബയോളജിക്കൽ പാരൻസ് കൊടുക്കുന്ന പാരൻറ്റിങ്, അഥവാ ഫാദറും മദറും, അച്ഛനമ്മമാർ കൊടുക്കുന്ന പാരൻറ്റിങ് ഉണ്ട്. രണ്ടാമത് സോഷ്യൽ പാരൻറ്റിങ് ആണ്. സോഷ്യൽ പാരൻറ്റിങ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതിൽ മുഖ്യ പങ്കാളിത്തം ടീച്ചേഴ്സിന് തന്നെയാണ്. ഇന്നിപ്പോൾ മീഡിയയും കൂടെ സോഷ്യൽ പാരൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 3.5 വർഷം വളരെ പ്രധാനപ്പെട്ട റോൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നുണ്ട്. കുട്ടിയുടെ പിന്നെ ന്യൂറോ സയൻസൊക്കെ പറയുന്ന പോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭൂരിഭാഗം, ഒരു 3/4 ഭാഗം നടക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് ബാക്കിയുള്ള ഏജൻസികളൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ 3.5 വർഷക്കാലം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പഠിച്ചു വളരാനുള്ള ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം, വേരോടാനുള്ള അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രക്ക് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ ആദ്യത്തെ 1000 ദിവസങ്ങൾ എന്നാണ് പറയുക 3.5 വർഷത്തിന്. ആദ്യത്തെ ഫസ്റ്റ് 1000 ഡേയ്സ്. ആ 1000 ഡേയ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ബ്രെയിൻ ഗ്രോത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ അതാണ്. പക്ഷേ ആ കാലത്ത് സംഭവിച്ചോന്ന് നമുക്കാർക്കും ഓർമ്മയുണ്ടാവില്ല, ഒരു മെമ്മറിയും ബാക്കി ഉണ്ടാവില്ല ആ കാലത്ത്. പക്ഷേ ആ കാലത്തുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് പിന്നീടുള്ള അനുഭവങ്ങളെയും ലോകത്തെയും കുട്ടി കണക്ട് ചെയ്യുന്നത്. ആ കാലം നന്നാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടീൻ്റെ വ്യക്തിത്വ വളർച്ചയിലും പഠനത്തിലും ഒക്കെ. അപ്പോൾ ഇനി നമ്മൾ സ്കൂളിൻ്റെ ആദ്യഘട്ടം പ്രീ സ്കൂൾ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിട്ട് വരും പ്രീ KG ഇങ്ങനെ പോകുന്നൊരു ഘട്ടം, ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഘട്ടം കുട്ടീൻ്റെ ഒരു എൻട്രി ഗേറ്റ് എന്നുള്ളത് പ്രീ സ്കൂളാണ്. അഥവാ നമ്മളിന്ന് പല പേരിൽ വിളിക്കുന്നുണ്ട് അതിനെ. LKG, UKG എന്ന് വിളിക്കുന്നുണ്ട്. പ്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം പ്രീ KG നിന്നാണ് തുടങ്ങേണ്ടത്. 3 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കേരളത്തിൽ ഇതായി വരുന്നേ ഉള്ളൂ. CBSE സ്കൂളുകളാണ് ഇപ്പോൾ അത് വന്നു തുടങ്ങിയിട്ടുള്ളൂ. വൈകാതെ നമ്മളെ സ്റ്റേറ്റ് സ്കൂളുകളിലേക്ക് അത് വരും. അപ്പോൾ ആദ്യത്തെ ഈ പ്രീ സ്കൂൾ കാലഘട്ടം എന്തിനാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പാരൻസിന് കൃത്യമായ ഉത്തരം ഉണ്ടാവില്ല. എന്തിനാണ് കുട്ടിയെ ഒരു കിൻഡർ ഗാർഡനിൽ അയക്കുന്നത്? ഇതിന് പലപ്പോഴും കൃത്യമായ ഒരു ഉത്തരം പാരൻസിന് ഉണ്ടാവില്ല. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രീ സ്കൂളിൻ്റെ ലക്ഷ്യം സ്കൂളിങ്ങിനെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഫോക്കസ് അതാണ്, സ്കൂളിങ്ങിനെ ഇഷ്ടമാക്കുക എന്നുള്ളത്.
കുറെ അക്ഷരം പഠിക്കുക കുറേ എന്നുള്ളത് അക്ഷരം പഠിക്കുക, എഴുതുക, വീട്ടിൽ നിന്ന് പിന്നെ ഹോംവർക്ക് ചെയ്യുക, കുറേ ബൈഹാർട്ട് പഠിക്കുക. പലപ്പോഴും ഇത് ഭയങ്കര ക്ലാഷ് സ്കൂളിൽ ഉണ്ടാക്കുന്നുണ്ടാവും. നല്ല കാഴ്ചപ്പാടോടെ പോകുന്ന സ്കൂളുകളുണ്ടാവും. ആ സ്കൂളിൽ പലപ്പോഴും പാരൻസിന് ഈ ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ അവിടെ കുട്ടിക്ക് ക്ലാഷ് ഉണ്ടാവും. കാരണം കുട്ടിയെ പലതിനും പാരൻസ് പോസ് ചെയ്യും, സ്കൂളിങ് ചിലപ്പോൾ അത് തിരിച്ചുണ്ടാവില്ല. ഇനി തിരിച്ചുണ്ടാവാറുണ്ട് കേട്ടോ. പാരൻസ് ഭയങ്കര കാഴ്ചപ്പാടുള്ളവരുണ്ടാവും, സ്കൂളിൽ ചിലപ്പോൾ ഇത്തരം കാഴ്ചപ്പാടില്ലെങ്കിൽ അവിടെയും കുട്ടി ക്ലാഷിലാവും. കുട്ടിക്ക് അവിടെ വേണ്ടത് ശരിക്കും പിന്നെ സ്കൂളിങ്ങിന് ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാവലാണ്. സ്കൂളിങ് എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ്. അവിടെ കളിയുണ്ട്, കൂട്ടുകെട്ടുണ്ട്, പിന്നെ പങ്കുവെക്കലുണ്ട്, പഠനമുണ്ട്, എഴുത്തുണ്ട്, വായനയുണ്ട്, ഫ്രണ്ട്സുണ്ട്, അധ്യാപകരുണ്ട്, പാഠപുസ്തകങ്ങളുണ്ട്, പഠനോപകരണങ്ങളുണ്ട്. ഇതെല്ലാം ചേരുന്ന ഒരു എക്കോസിസ്റ്റത്തിനാണ് നമ്മൾ സ്കൂളിംഗ് എന്ന് വിളിക്കുന്നത്. ആ സ്കൂളിങ്ങിന് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ ഈ രണ്ട് ഈ പ്രീ സ്കൂളിൽ നടക്കേണ്ടത്. പ്രീ സ്കൂൾ നമ്മൾ എടുക്കേണ്ടത് 1ാം ക്ലാസ് വരെയുള്ള കാലത്തെ പ്രീ സ്കൂളായിട്ട് എടുക്കാം. പുതിയ കാഴ്ചപ്പാടിൽ ECC സെറ്റിംഗ് എന്നതിന് വിളിക്കുക, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. 2ാം ക്ലാസ് വരെ പോകും. അത് നമുക്കിപ്പോൾ അത് പ്രീ സ്കൂൾ എന്നുള്ള രീതിയിലാണ് വിളിക്കുക. അവിടെ നടക്കേണ്ടത് സ്കൂളിങ്ങിന് ഇഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. ആ ഇഷ്ടപ്പെട്ട കുട്ടിക്ക് പിന്നെ പഠനം എന്താവും, ആ ഇഷ്ടത്തിൽ നടക്കുന്നൊരു കാര്യമായിട്ട് അതിൻ്റെ തുടർച്ചയുണ്ടാവും. അപ്പോൾ ഈ ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളില്ലെങ്കിൽ പലപ്പോഴും അത് കുട്ടിക്ക് പിന്നീട് പഠനത്തോട് അത്ര നല്ല കാഴ്ചപ്പാട് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ആദ്യഘട്ടം സ്കൂളിന് ഇഷ്ടപ്പെടുത്തുന്നതിലേക്ക് വരണം. അപ്പോൾ നമുക്കറിയാം ഒരു വീട്ടിൽ ആദ്യത്തെ കുട്ടിക്കാണെങ്കിൽ പലപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കുട്ടി ആദ്യം സ്കൂളിലേക്ക് പോകുന്നത്. ഇന്ന് നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്ന പോലെ അതൊക്കെ ഒരു സ്റ്റോറിയാണ്. കുട്ടിക്ക് പോകുന്നതും കുട്ടീനെ കൊണ്ടുവിടുന്നതൊക്കെ സ്റ്റോറികളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പിന്നെ പാരൻസിൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. കാരണം വീടിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ശരിക്കും അവിടെ നടക്കേണ്ടത്. ഒരു തുടർച്ച തന്നെയാണ്. കുട്ടി വീട്ടിൽ നിന്ന് ഏറ്റവും സേഫായ സ്ഥലമായിരുന്നു വീട്. ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് കുട്ടി മാറി വേറൊരു സെക്കൻഡ് പാരൻറ്റിങ് സ്റ്റേജിലേക്ക് കുട്ടി കയറുവാണ്, ടീച്ചേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുവാണ്. അപ്പോൾ ആ ഒരു പിന്നെ ട്രാൻസിഷൻ വളരെ ബ്യൂട്ടിഫുൾ ആക്കണം പാരൻസ്. അപ്പോൾ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല, ഓവറായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്ത്. കുട്ടീൻ്റെ ജേണീൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. അതോടൊപ്പം പർപ്പസ്ഫുൾ ആയിരിക്കണം. എന്തിനാണ് ഞാൻ കുട്ടിയെ ഇങ്ങനെ പ്രീ സ്കൂൾ സെറ്റിങ്ങിൽ വിടുന്നത്? ഇത് കൃത്യമായിട്ട് പാരൻസിന് മനസ്സിലാവണം. ഇത് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നം. അതിൻ്റെ അൾട്ടിമേറ്റ് എയിം ഇത്രയേ ഉള്ളൂ, കുട്ടിക്ക് സ്കൂളിങ്ങിനെ ഇഷ്ടപ്പെടണം. ഈ പർപ്പസ്ഫുള്ളായിരിക്കണം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ചൈൽഡ് ഈ KG പീരീഡിലെ വിഷയമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിന് മുകളിലോട്ടും ഇതുപോലെ ബാധകമല്ലേ? കാരണം ഓരോ സ്റ്റേജിലും പർപ്പസ് എന്താണെന്നുള്ളത് രക്ഷിതാക്കൾക്ക് മനസ്സിലാകാത്ത അവസ്ഥ വരികയും അത് കുട്ടികളിൽ ഒരു ക്ലാഷ് ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വാട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എല്ലാവർക്കും പറ്റും. വാട്ട് എന്താണെന്നുള്ളത്. പക്ഷെ എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. വൈ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ വൈ ക്വസ്റ്റ്യനാണ് വളരെ പ്രധാനപ്പെട്ടത്. വൈ ക്വസ്റ്റ്യനിലാണ് പർപ്പസും മീനിങ്ങും ഒക്കെ മനസ്സിലാവുക. അപ്പോൾ നമ്മൾ പ്രീ സ്കൂളിൻ്റെ വൈ പർപ്പസ് പറഞ്ഞു, വൈ എന്താണെന്ന് പറഞ്ഞു. അത് സ്കൂളിങ്ങിനെ ഇഷ്ടപ്പെടുത്തണം. ആ ഇഷ്ടപ്പെടുത്തുന്ന പഠനാനുഭവങ്ങളോട് ലഭിക്കുന്നുണ്ട് എന്നുള്ള പാരൻ്റ് ഉറപ്പ് വരുത്തണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുട്ടിക്ക് ഫോഴ്സ് കിട്ടുക, കുട്ടിക്ക് ഭയങ്കര ഓവറായ സ്ട്രിക്റ്റായ ഒരു ഫ്രെയിം വർക്കിലൂടെ കുട്ടി പോവുക, അമിതമായ എഴുത്ത്, വായന, പ്രാക്ടീസ്, ബൈഹാർട്ട് ചെയ്യൽ, അങ്ങനെയുള്ള കുറേ സംഗതികളോടെ പോകുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടിക്ക് വേണ്ടതായിരിക്കില്ല. കുട്ടിക്ക് വേണ്ട കാര്യം ഒന്നായിരിക്കില്ല അത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടിക്ക് ഒരു ലേണിംഗ് ജേണിയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഇനി നോക്കേണ്ടത് എന്താ വെച്ചാൽ പലപ്പോഴും പല സ്കൂളുകളും പല ഫ്രെയിം വർക്ക് ആയിക്കൊണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ പ്രീ സ്കൂൾ രംഗത്ത് ഒരുപാട് കാഴ്ചപ്പാടുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പരമ്പരാഗത കിൻഡർ ഗാർഡനുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി ഫിലോസഫി പ്രകാരം വർക്ക് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇൻ്റഗ്രേറ്റഡ് മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനി മോണ്ടിസോറി തന്നെ ഒരുപാട് അപ്രോച്ചുകൾ നടക്കുന്നുണ്ട്. പിന്നെ അംഗനവാടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ വേറെ ഒരുപാട് ഫ്രെയിം വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് വേണ്ടത്, എന്തിനാണ് ഞാൻ എൻ്റെ കുട്ടിയെ വിടുന്നത് എന്നുള്ളത് പാരൻറ്റിന് കറക്റ്റായിട്ട് പലപ്പോഴും ചില സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. കാരണം ഒരുപാട് എഴുതുന്നു മക്കൾ, ഹോം വർക്ക് കൊടുക്കുന്നു, ഓരോ മന്തിലും പരീക്ഷ നടത്തുന്നു. ഇതൊന്നും പ്രീ സ്കൂളിൽ ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ്. അതിലൊക്കെ സംഭവിക്കുക എന്താ വെച്ചാൽ കുട്ടിക്ക് പഠനത്തോടുള്ള താല്പര്യം കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. പിന്നീട് പല അസുഖങ്ങൾ കുട്ടി കാണിക്കാൻ തുടങ്ങും. സ്കൂളിൽ പോകാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ കേഴ്സീവ് റൈറ്റിംഗ് പോലെയുള്ള സംഗതികളൊക്കെ കിൻഡർ ഗാർഡൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. അതൊക്കെ എന്നോ ലോകത്ത് എടുത്തുപോയ കാര്യമാണ്. ഇനി അത് വേണമെന്ന് വാശി പിടിക്കുന്ന പാരൻസ് ഉണ്ടാവും പലപ്പോഴും. അതൊക്കെ ഒരു കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു കേഴ്സീവ് റൈറ്റിംഗ് ഒരു ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ എല്ലാ കുട്ടികളും കയ്യത്തും ഒരുപോലെ ആയിരിക്കും.
അതിൻ്റെ കാര്യമൊന്നുമില്ല. പലപ്പോഴും കസീർ റൈറ്റിങ്ങിൽ നമ്മളത് പലപ്പോഴും സ്കൂളിൽ ഇടപെടുന്ന വിഷയമാണ്. പലപ്പോഴും പഴയ ക്ലാസ്സിൽ നിന്ന് കസീർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് കുട്ടിക്ക് സ്കൂൾ മാറിക്കഴിഞ്ഞ് വേറെ ഇങ്ങോട്ട് പോകുമ്പോൾ പ്രിൻ്റ് ലെറ്റർ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും. കാരണം ഫോർമേഷൻ ഡിഫറെൻറ്റ്. ഇനി കസീർ റൈറ്റിംഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് 2ാം ക്ലാസ്സിന് ശേഷമേ കൊടുക്കാവൂ. 2ാം ക്ലാസ്സിന് മുമ്പ് കുട്ടികൾ ഫോർമേഷൻ അഥവാ ഓരോ അക്ഷരത്തിൻ്റെയും എഴുത്ത് ഓരോന്നിൻ്റെയും ഇപ്പം മലയാളം ഇംഗ്ലീഷ് ഒക്കെ അതിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ടല്ലോ. ഫോർമേഷൻ ഡിഫറെൻ്റാണ്. ആ ഫോർമേഷൻ ഉറച്ചു വരുന്ന കാലത്ത് ഒരു കാരണവശാലും ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകും. അത് കുട്ടിക്ക് വലിയ ബേർഡനായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പർപ്പസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ 2ാം ക്ലാസ്സിന് ശേഷമുള്ള ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണ് സ്കൂളിങ്ങിൻ്റെ? ഓക്കെ നമ്മൾ 2 വരെ പോകുമ്പോൾ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ പുതിയ ദേശീയ വിദ്യാഭ്യാസ ചട്ടക്കൂട് പ്രകാരം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 2ാം ക്ലാസ് വരെയുള്ള ഭാഗത്തെയാണ് ഇപ്പോൾ ആദ്യത്തെ ഘട്ടമായിട്ട് എടുക്കുന്നത്. ഈ 2ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് കിട്ടണമെന്ന് പറയുന്നത് 3 ആറുകളാണ്. 3 ആറുകൾ കിട്ടണമെന്നാണ് പറയുക. അത് റീഡിങ്, റൈറ്റിംഗ്, അരിതമെറ്റിക്. ഇതാണ് അതിൻ്റെ അക്കാഡമിക് പർപ്പസ്. അക്കാഡമിക് പോയിന്റ് നോക്കുമ്പോൾ കുട്ടിക്ക് ഇത് വേണം. കാരണം പഠിക്കാൻ ഇത് വേണം. മുന്നോട്ടുള്ള യാത്ര, കുട്ടിക്ക് പഠനയാത്രയും കുട്ടീൻ്റെ പെരുമാറ്റത്തിൻ്റെ മേഖലയും ശരിയാവണമെങ്കിൽ കുട്ടിക്ക് അക്കാഡമിക്കിൻ്റെ ബേസിക്കായ ഈ 3 സ്കില്ല് ഉണ്ടായിരിക്കണം. ഇതിലേക്കായിരിക്കണം പാരൻസ് ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ വായിക്കുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് വായിക്കണം. അത് ബൈഹാർട്ട് ചെയ്യലല്ല. എഴുതുക എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് എഴുതണം. നോക്കി എഴുതലോ കേട്ടെഴുതലോ ബൈഹാർട്ട് പഠിച്ചെഴുതലോ എഴുത്തല്ല. അത് നമ്മൾ കോപ്പിങ് എന്നാണ് വിളിക്കുക. സ്വതന്ത്രമായിട്ട് എഴുതാൻ പറ്റും. 2ാം ക്ലാസ് കഴിയുന്ന കുട്ടിക്ക് മാതൃഭാഷയാണ് നമ്മളെ മലയാളത്തിൽ ഒരു ഡയറി എഴുതാൻ കഴിയണമെന്നാണ് പറയുക. പത്രം വായിക്കാൻ പറ്റണം. അവന് ആ പാകത്തിലുള്ള കഥാപുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കണം. പിന്നെ അരിതമെറ്റിക് അഥവാ ഗണിതത്തിൻ്റെ ഏറ്റവും ബേസിക്കായ സാധനമാണ് അരിതമെറ്റിക്. കൂട്ടുക, കുറക്കുക. ഈ ബേസിക് ഓപ്പറേഷൻ സ്വതന്ത്രമായി ചെയ്യാനുള്ള കഴിവ്, കോമ്പിറ്റൻസി കുട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതിൽ നിന്ന് വരുന്നതാണ്. ഭാഷയും ഗണിതവും ഇത് രണ്ടുമാണ് മറ്റു വിഷയങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇതിൻ്റെ ബേസിക് കറക്റ്റായി കഴിഞ്ഞാൽ പിന്നീട് കുട്ടിക്ക് അവൻ പഠിക്കുന്ന വിഷയങ്ങളുടെ മുകളിൽ ഓണർഷിപ്പ് വരും. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് ചെയ്യാനാവും എന്നുള്ള കോൺഫിഡൻസ് അവിടെ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. പലപ്പോഴും കുട്ടികളെ പഠന പ്രശ്നങ്ങളെ തുടക്കം ഇവിടെ നിന്നുണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കില്ല. ഒരു സ്കൂളിൽ ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഉണ്ടാവേണ്ടതും ഈ ഡൊമൈനിലാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് 10ാം ക്ലാസ്സിൽ നല്ല ടീച്ചറുണ്ടോ എന്നുള്ളതല്ല, 2ാം ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സിൻ്റെ കോമ്പിറ്റൻസിയും ക്വാളിഫിക്കേഷനും അവരുടെ അപ്രോച്ചുമാണ് നോക്കേണ്ടത്. 2 കാര്യമാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, കുട്ടികളുടെ അപ്രോച്ച്. ഏറ്റവും നല്ല, ഏറ്റവും സോഫ്റ്റായിട്ട്, ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന അധ്യാപികമാർ അവിടെ ഉണ്ടാവണം. അതോടൊപ്പം ഈ വിഷയങ്ങൾ, ഈ ടോപ്പിക്സ്, ഈ സബ്ജക്ട്സ് ഏറ്റവും നന്നായിട്ട് വേരിലേക്ക് കൊടുത്ത് വേറെ ഉറപ്പിക്കാൻ പറ്റുന്ന മെത്തഡോളജി കയ്യിലുള്ള അധ്യാപകരുണ്ടാവണം. അത് രക്ഷിതാക്കൾ നോക്കണം. അവിടെ നടക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്. 2ാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടിക്ക് ഇംഗ്ലീഷും മലയാളവും വായിക്കാനും എഴുതാനും അറിയണം. അരിതമെറ്റിക്കിൻ്റെ ഗണിതത്തിൻ്റെ ബേസിക് കറക്റ്റായി അത് മതി ശരിക്കും. അവിടെ അതിലപ്പുറമുള്ളതൊക്കെ ആലോചിക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രീ KG മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും 2ാം ക്ലാസ് എത്തുമ്പോഴേക്ക് ഇത്ര പഠിച്ചാൽ മതി, ഇത്ര മതി അല്ലേ. പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എങ്കിലും ഇതിൻ്റെ ഒരു പ്രോസസ്സ് കാര്യം അക്ഷരങ്ങൾ ഉറപ്പിക്കണം. കാരണം ഓരോ അക്ഷരവും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചിത്രമാണ്. നമ്മൾ ആനാന്ന് എഴുതുമ്പം ഈ ആ എന്നുള്ളതും നാ എന്നുള്ളതും മലയാളം അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വെറും ചിത്രം മാത്രമാണ്. അതിന് മീനിങ് വരുന്ന എപ്പോഴാണ്, ഇതിനെ കണക്ട് ചെയ്യുമ്പോഴേ. ആ കണക്ട് ചെയ്യുന്ന പ്രോസസ്സ് തലച്ചോറിൽ കൃത്യമായി നടന്നില്ലെങ്കിൽ കുട്ടിക്ക് ആന എന്താണെന്നറിയും, ആന എന്താണെന്ന് മനസ്സിലാവും, പക്ഷേ ആന എന്ന് എഴുതുമ്പോൾ അപ്പോൾ ബ്രെയിനിൽ ഈ ന്യൂറോ കണക്ഷൻസ് കറക്റ്റായിട്ടുണ്ടാവില്ല. ഈ ന്യൂറൽ പാത്വേസ് കറക്റ്റായില്ലെങ്കിൽ കുട്ടിക്ക് അവിടെ മിസ്സിങ് വരും. ഈ മിസ്സിങ്ങുള്ള കുട്ടി മുകളിലോട്ട് പോകുമ്പോൾ ഗ്യാപ്പ് വലുതാവും. ഇതാണ് മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് ഉറപ്പിക്കുക എന്നുള്ളിടത്ത് അധ്യാപകരുമായിട്ട് കൂടി ചേർന്ന്, കാരണം പലപ്പോഴും പല പ്രയാസങ്ങൾ പഠനത്തിലുള്ള കുട്ടികളുണ്ടാവും ഈ കാലത്ത്. ഇപ്പോൾ 2ാം ക്ലാസ് എത്തുമ്പോഴേക്ക് 8 വയസ്സാണ് കുട്ടിക്ക്. ഒരുവിധം കുട്ടിയിലുണ്ടാകുന്ന വൈകല്യങ്ങളൊക്കെ 8 വയസ്സോടുകൂടി പുറത്തു വരും. ശാരീരികമായ വൈകല്യങ്ങൾ, മാനസികമായ വൈകല്യങ്ങൾ, ബുദ്ധിവികാസത്തിലെ ഡിലേകൾ, വളർച്ചയിലുള്ള എല്ലാ വൈകല്യങ്ങളും 8 വയസ്സിൻ്റെ മുമ്പ് തന്നെ പുറത്തു വരും. ആ വൈകല്യങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും വേണം. അതാത് സമയത്തുള്ള റെമഡിയേഷൻ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ കുട്ടിക്ക് ബേസ് ഓക്കെ ആയിരിക്കും. ബേസിക് ഒക്കെ പലപ്പോഴും സംഭവിക്കുക എന്താ വെച്ചാൽ ഇത് ഈ കിട്ടേണ്ട കോമ്പിറ്റൻസി കിട്ടി നോക്കില്ല. പരീക്ഷയിലെ മാർക്കെല്ലാം ഉണ്ട്, പരീക്ഷ മാർക്ക് കിട്ടാൻ കുട്ടി പഠിക്കണമെന്നില്ലല്ലോ. പരീക്ഷ എന്നുള്ള മെമ്മറിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തേണ്ട സംഗതി.
ഈ കോമ്പിറ്റൻസി കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തലാണ് ആ കാലത്തുള്ള സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു പാരൻറ്റിങ് എന്ന് പറയും. ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജിയിൽ അവരുമായി ഇടപെടാൻ പറ്റും എന്നുള്ളത് കൂടി ഒന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ കുട്ടിയെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാമെന്ന്. വായന ഇഷ്ടപ്പെടണം. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് കുട്ടി സ്കൂളിൽ നിന്ന് പഠിച്ച അക്ഷരങ്ങളൊക്കെ വീണ്ടും കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. അപ്പോൾ കുട്ടികൾക്ക് പ്രായാനുസൃതമായിട്ട് വായിക്കാവുന്ന പുസ്തകങ്ങൾ വീട്ടിൽ അവൈലബിൾ ആക്കണം. ആ പ്രായത്തിലുള്ള പുസ്തകങ്ങളുടെ പ്രത്യേകത കൂടുതൽ ചിത്രങ്ങളും കുറച്ച് അക്ഷരങ്ങളായിരിക്കും. കുട്ടികൾക്ക് ഇമേജസ് ഇഷ്ടമാണ്, നിറങ്ങൾ ഇഷ്ടമാണ്. ആ പ്രായത്തിൽ പിന്നെ ഇഷ്ടങ്ങളെ അവിടെ മുതലാക്കാൻ പറ്റണം. അപ്പോൾ ധാരാളം ചിത്രങ്ങളും ആകർഷകമായ ചിത്രങ്ങളും വാക്കുകളൊക്കെയുള്ള ധാരാളം പുസ്തകങ്ങൾ വീട്ടിലുണ്ടാവുകയും അത് വായിക്കാനുള്ള ഒരു പ്രചോദനാത്മകമായ അന്തരീക്ഷം ഉണ്ടാവണം. പുസ്തകം വാങ്ങിയിട്ടുള്ളത് വായിക്കണമെന്നില്ല, കുട്ടീൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും. ചിത്രങ്ങൾ വായിപ്പിക്കാൻ, ചിത്രങ്ങളാണ് ആദ്യം കുട്ടികൾ വായിച്ചു തുടങ്ങുക. ചിത്രങ്ങൾ പരിചയപ്പെടുന്നു, അതുമായിട്ട് കുട്ടി സംവദിക്കുന്നു, ചിത്രങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുന്നു, ചിത്രങ്ങൾ ഇമോഷൻസ് കണ്ടുപിടിക്കുന്നു, ചിത്രങ്ങളിൽ നിന്ന് ഭാവന. അപ്പോൾ ഒരു ആനയും ഒരു മുയലും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ സീനാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ഇതിൻ്റെ ശേഷം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ ഓരോ രാത്രിയിലും കുട്ടീൻ്റെ കൂടെ ഇരുന്ന് കുട്ടിയെ ചിത്രങ്ങളുമായിട്ടും പുസ്തകവുമായിട്ടും അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ കുട്ടിക്ക് പുസ്തകങ്ങൾ ഇഷ്ടമായി തുടങ്ങും. പുസ്തകങ്ങൾ ഇഷ്ടമാവുന്ന കുട്ടിക്ക് ഭാഷ ഇഷ്ടമായിരിക്കും. അപ്പോൾ വായനയുടെ ലോകത്തേക്ക് കുട്ടി വരുമ്പോൾ വായനയിൽ നിന്നാണ് എഴുത്തുണ്ടാവേണ്ടത്. കാരണം നമ്മൾ എഴുതുന്നത് എന്തിനാ? വായിക്കാനാണല്ലോ. വായിക്കാനാണ്. അപ്പോൾ വായനയിൽ നിന്നാണ് എഴുത്ത് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ വായിച്ചതിനൊന്ന് എഴുതി നോക്കാം. അപ്പോൾ എഴുത്തിലേക്ക് വരും കുട്ടി. ഇത് രണ്ടും കുട്ടി അറിയാതെ കുട്ടി ഇഷ്ടപ്പെട്ടുകൊണ്ട് വരണം. അതിന് പറ്റുന്ന അന്തരീക്ഷം വീടുകളിൽ ഉണ്ടായി. പുസ്തകങ്ങൾക്ക് പുറമെ ലിമിറ്റഡ് സ്ക്രീൻ ടൈമിൽ ഇത് നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം. സ്ക്രീനിൽ ഒരുപാട് സംഗതികൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും നല്ലത് പുസ്തകങ്ങളുമായിട്ട് അടുപ്പിക്കൽ തന്നെയാണ്. കാരണം സ്ക്രീനിൽ നിന്ന് കുട്ടി വഴുതി പോകാനുള്ള സാധ്യത കൂടുതൽ. ഒരുപാട് ആപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്, ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. എങ്കിലും ഇനിയിപ്പോൾ ഓൺലൈൻ സ്കൂളിംഗ് എടുക്കുന്ന രക്ഷിതാക്കളുണ്ടാവും. അവരത് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ പുസ്തകങ്ങളുമായിട്ടും കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളുമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു അനുഭവം വീട്ടിൽ ഈ പ്രായത്തിൽ ഉപകരണങ്ങൾ ഉണ്ടാവില്ലേ, ചാർട്ടുകൾ പോലുള്ള. തീർച്ചയായിട്ടും ഇതിൽ സപ്പോർട്ടീവായ ഒരുപാട് കഥാപുസ്തകങ്ങൾ, ടോയ്സ്, ഫ്ലാഷ് കാർഡുകൾ. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിൻ്റെ ഒരു മൂല, ഇപ്പോൾ നഴ്സറി സ്കൂളിലെ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി ബിൽഡിംഗ് ബ്ലോക്സ്, ക്ലേ, ബീഡ്സ്. കാരണം പഠനത്തിൻ്റെ ആദ്യം എന്ന് പറയുന്നത് ശ്രദ്ധ തന്നെയാണ്, അറ്റൻഷനാണ്. അറ്റൻഷൻ കൂട്ടാനുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ അമ്മക്കും കുട്ടിക്കും ഒരുമിച്ചിരുന്ന് ചെയ്യാം. മുത്ത് കോർക്കുക, മുത്തുകൾ തന്നെ പല നിറത്തിൽ കോർക്കാം, പല പാറ്റേണിൽ കോർക്കാം, വെട്ടാം, ഒട്ടിക്കാം, ചിത്രങ്ങൾ, ആൽബങ്ങൾ ഉണ്ടാക്കാം. ഇതെല്ലാം ഈ പ്രായത്തിൽ ഇതൊക്കെ പഠന പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെയാണ് നഴ്സറി സ്കൂളിൽ നടക്കുക. ഇതൊക്കെ രസകരമായിട്ട് വീട്ടിൽ നിന്ന് ഫോഴ്സ് ഇല്ലാതെ, കമ്പൽഷൻ ഇല്ലാണ്ട് നടക്കുമ്പോൾ കുട്ടീൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പഠനം മാറും. അപ്പോൾ സ്കൂളിൽ മാത്രം നടക്കുന്ന പരിപാടിയല്ല ഇത്, വീട്ടിലും ഇത് നടക്കുന്നൊരു സംഗതിയാണ്. അങ്ങനെ ആ 2 വർഷം കൊണ്ട് പഠനം ഇഷ്ടപ്പെട്ട് ആ ബേസിക് ഉറച്ച കുട്ടിക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര രസമായിരിക്കും. പിന്നെ നമ്മൾ പറയുന്നൊരു ചെക്ക് പോയിൻ്റ് അടുത്തത് 5ാം ക്ലാസ്സോടുകൂടിയാണ്. 5ാം ക്ലാസ്സോടുകൂടി എത്തുമ്പോഴേക്കും എന്ത് ചെയ്യണം, കുട്ടിക്ക് ഓരോ കുട്ടിയിലും ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ബിഹേവിയർ ബിൽഡ് ചെയ്യാൻ തുടങ്ങണം. ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഹോം വർക്കുകൾ കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുക, അവരെ പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുക. ഇതാണ് കുട്ടി ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങുകയാണ്. ഒരു ലേണിങ്ങിൻ്റെ ബിഹേവിയർ ഓരോ കുട്ടിയും ഉണ്ടാക്കി തുടങ്ങുക. ആരുടെയും നിർബന്ധമില്ലാതെ രാത്രി ചെയ്യേണ്ട ഹോം വർക്കുകൾ കൂടെ ഇരിക്കുക, പഠന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്, അതിൻ്റെ പിന്നിൽ അന്വേഷണങ്ങൾ, പഠനവുമായിട്ട് മറ്റ് സംഗതികളെ ബന്ധിപ്പിക്കാൻ പറ്റുക. ഈ ഇൻഡിപെൻഡൻറ്റ് ബിഹേവിയർ 5ാം ക്ലാസ്സോടുകൂടി കുട്ടിക്ക് വന്നു തുടങ്ങണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 2ാം ക്ലാസ് കഴിയുന്ന കുട്ടീനെ എന്ത് ചെയ്യണം, രാത്രിയിൽ പിന്നെ ഒരു ഡയറി എഴുതാനൊക്കെയുള്ള പ്രാക്ടീസ് വീട്ടിൽ നിന്ന് കൊടുക്കണം. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അവന് ഇഷ്ടപ്പെട്ട ഭാഷയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി തുടങ്ങട്ടെ. അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ കുട്ടിക്ക് 2 കാര്യമുണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന്, കുട്ടീൻ്റെ മെമ്മറി വർദ്ധിക്കും. ആ എപ്പിസോഡിക്കൽ മെമ്മറി കുട്ടി വീണ്ടും ഓർത്തെടുക്കുമ്പോൾ കുട്ടീൻ്റെ മെമ്മറി ഷാർപ്പാവും. അതോടൊപ്പം തന്നെ എഴുതി ഫലിപ്പിക്കാനുള്ള കഴിവ്. നമ്മൾ മിക്ക കുട്ടികൾക്ക് മുതിർന്ന ക്ലാസ് എടുത്തുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചോദിക്കുമ്പോൾ ഉത്തരമെല്ലാം പറയും, പക്ഷേ പരീക്ഷാ പേപ്പറിലുണ്ടാവില്ല. എഴുതി ഫലിപ്പിക്കുക എന്നുള്ളത് വേറൊരു കഴിവാണ്. എഴുതി ഫലിപ്പിക്കണമെങ്കിൽ വായന വേണം, വായനയിൽ നിന്ന് എഴുത്തുണ്ടാവുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകവുമായിട്ട് വായനയുമായിട്ട് അടുപ്പിക്കുക, എഴുതാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. ഈ ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ബിഹേവിയർ 5ാം ക്ലാസ് മുതൽ വന്നു തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ഗ്രേറ്റ്. അവിടെ പഠനത്തിനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം വീട്ടിൽ. ഇപ്പം നമ്മളൊക്കെ വീട്ടിലെല്ലാത്തിനും മുറികളുണ്ട്. കിടന്നുറങ്ങാൻ മുറിയുണ്ട്,
ഗസ്റ്റിനുള്ള മുറിയുണ്ട്, നമുക്ക് ഫുഡ് പാകം ചെയ്യാനുള്ള മുറിയുണ്ട്, എല്ലാത്തിനും മുറികളുണ്ട്. പഠിക്കാനുള്ള സ്പേസ് എവിടെ? ഒരു പഠന മുറിയോ പഠന മൂലയോ ഒക്കെ ഇന്ന് എല്ലാ രക്ഷിതാക്കൾക്കും ഒരുക്കി കൊടുക്കാൻ പറ്റുന്ന തന്നെയാണ്. ആ സ്പേസിൽ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകാം, അതിനെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും, അതിനനുകൂലമായ ഒരു വസ്തുക്കൾ അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. അപ്പോൾ അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുക, പഠന പ്രവർത്തനങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് ചെയ്യുക എന്നുള്ളത് കുട്ടിയിലൊരു ഓർഡർ വരുന്നതിൻ്റെയും കൂടെ ലക്ഷണം. ഓർഡർ വരണം കുട്ടിക്ക്, ഒരു ഹാബിറ്റ്. അത് അല്ലാതെ ഒരു ദിവസം അടുക്കളയിൽ ഇരുന്ന് പഠിക്കുക, പിറ്റേ ദിവസം സിറ്റ് ഔട്ടിൽ ഇരുന്ന് പഠിക്കുക, പിന്നെ മുറ്റത്തിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പം ഇതെല്ലാം പോകുന്നത് ബ്രെയിനിലാണ്. ഇത് സ്റ്റോറിങ് ഭയങ്കര പ്രശ്നമായിരിക്കും ബ്രെയിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ സാധാരണ പരീക്ഷാ സമയത്തൊക്കെ നമുക്കറിയാം ബെഡ്റൂമിലിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും ഉറക്കം വരും. ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ബെഡ്റൂമിനെ നമ്മൾ ബ്രെയിന് നേരത്തെ പരിചയപ്പെട്ടത് പഠിക്കാനുള്ള സ്ഥലമായിട്ടല്ല, ഉറങ്ങാനുള്ള സ്ഥലമായിട്ടാണ്. അപ്പോൾ അതാണ് നമുക്ക് കണ്ടീഷൻഡായ സാധനം. അവിടെ നിന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ പഠിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളത്, വീട്ടിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിന്ന് ഒരുക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇനി മുറിയില്ലെങ്കിലും ഒരു മൂലയെങ്കിലും ഒരുക്കി കൊടുക്കണം. അവിടെ അതിന് ഉള്ള സ്പേസാണ്, അവിടെ നിന്ന് പഠിക്കാം. പലപ്പോഴും നമ്മൾ വീടുകളിൽ പ്രാർത്ഥിക്കാൻ സ്ഥലം കുറവായിരിക്കും, പഠിക്കാനും സ്ഥലം കുറവായിരിക്കും, ബാക്കി എല്ലാത്തിനും സ്ഥലം ഉണ്ടാവും. അപ്പോൾ അത് 5ാം ക്ലാസ്സിന് അവരോടുകൂടി എന്ത് ചെയ്യണം, കുട്ടിയുടെ പഠനോപകരണങ്ങൾ, പഠന വസ്തുക്കൾ ഇതെല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്കില്ലും അതിന് വേണ്ട ഒരു എന്താ പറയുക പാകതയും കുട്ടിയിൽ ഉണ്ടാക്കിക്കൊണ്ടുവരും. നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഘട്ടം, ഇതിപ്പോൾ നമ്മൾ ആദ്യം ഒരു KG പീരീഡ് പറഞ്ഞു, അത് കഴിഞ്ഞ് 5ാം ക്ലാസ് മുതലുള്ളത് പറഞ്ഞു. അടുത്തൊരു ഘട്ടം എങ്ങനെയാണെന്നുള്ളത്? അടുത്ത് നമുക്ക് ഇനി ഒരു സെക്കൻഡറി തലത്തിലോട്ട് നമ്മൾ പോകുന്നത്. സെക്കൻഡറിയിലേക്കാണ് പോകുന്നത്. ഒരു 8ാം ക്ലാസ്. 8ാം ക്ലാസ് അതിന് ഒരുപാട് സാധനമുണ്ട്. ഇപ്പം NEP പ്രകാരമാണെങ്കിൽ 8ാം ക്ലാസ് വരെ ഇങ്ങോട്ട് പോരും, മിഡിൽ സ്കൂളിലേക്ക് വരും. ഓക്കെ, നമുക്ക് പരിചയമുള്ളത് പറയാം. ഹൈസ്കൂൾ എന്ന് പറയും നമ്മൾ വിളിക്കുന്നത്. സെക്കൻഡറി 8 മുതലാണ് നമുക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഈ 5, 6, 7 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാലമാണ്. കാര്യം പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിലൊക്കെ ഗണിതത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ പഠിക്കുന്ന ആ കാലത്താണ്, മിഡിൽ സ്കൂളിലാണ്. മിഡിൽ സ്കൂൾ പൊതുവേ കുട്ടികളുടെ ജീവിതത്തിൽ സൈലൻ്റായ കാലമാണ്. തുടക്കത്തിൽ രക്ഷിതാവ് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, അവസാനിക്കുന്നിടത്ത് ഭയങ്കര ആങ്ഷ്യസും ആയിരിക്കും. ഏത് 10th അല്ലെങ്കിൽ +2 ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. കുട്ടീൻ്റെ മാർക്ക്, സ്കോർ, ഗ്രേഡ് ഇതിനെക്കുറിച്ച് ഭയങ്കര ബോധവാനായിരിക്കും, കൺസേൺ ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള കാലമാവും അത് മെല്ലെ 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 അവരിങ്ങനെ ഒരു സൈലൻറ്റ് മോഡിലേക്ക് വന്നൊരു കാലമാണ്. കുട്ടി കുറച്ച് സൈലൻ്റ് ആയിരിക്കും. ഈ ഫ്ലൈറ്റൊക്കെ ഓട്ടോ പൈലറ്റിൽ ഓടുന്നൊരു മോഡാണ്, മറ്റത് ടേക്ക് ഓഫ് ലാൻഡിങ്ങുമാണ്. അപ്പോൾ ഈ ഓട്ടോ പൈലറ്റിൽ ഓടുന്ന കാലം എന്ന് പറയുന്നത് ശരിക്കും കുട്ടീൻ്റെ മിഡിൽ തന്നെയാണ് പഠനത്തിൻ്റെ. അപ്പോൾ മാത്തും സയൻസും ഒക്കെ അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ കുട്ടികൾക്ക് കിട്ടുന്ന കാലം. മാത്രമല്ല അവരുടെ ഏജ് എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രീ ടീനേജിലേക്ക് എത്തുന്ന കാലമാണ് കുട്ടികൾ. പ്രീ ടീനേജ് കാലം കുട്ടികൾക്ക് ടീനേജിലേക്കുള്ള പ്രിപ്പറേഷനും കൂടെ നടക്കുന്നൊരു കാലമാണ്. അപ്പോൾ അതിന് വേണ്ട ഒരുക്കങ്ങളും അതിന് വേണ്ട ഒരു ഓറിയൻറ്റേഷനും അതിന് വേണ്ട ഒരു കൃത്യമായ അറിവുകളും പാരൻസിൻ്റെ അടുത്ത് കിട്ടേണ്ട പ്രായം കൂടി. ഇനി അത് കഴിഞ്ഞ് പതുക്കെ അവർ ടീനേജിലേക്ക് ട്രാൻസിഷനാണ്. ഈ കുട്ടിയെ ആയിരിക്കില്ല മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ പെരുമാറ്റത്തിലും ചിന്തയിലും ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും പെരുമാറ്റത്തിലും പ്രതികരണങ്ങളിലൊക്കെ എന്തുണ്ടാവും, വലിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെ നമ്മൾ നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ 5ാം ക്ലാസ്സോടുകൂടെ കുട്ടിക്ക് അക്കാഡമിക് കോൺഫിഡൻസ് വരണം. അക്കാഡമിക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എഴുത്ത്, വായന ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വതന്ത്രമായി ചെയ്യാൻ പറ്റണം. പാഠപുസ്തകങ്ങൾ വായിച്ചെടുക്കുന്നതിലോ എഴുതുന്നതിലോ ഒരു പ്രയാസം ഉണ്ടാവരുത്. ഈ അക്കാഡമിക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട കുട്ടികൾ മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പ്രശ്നമാവും. അത് പഠനത്തെ മാത്രമല്ല ബാധിക്കുക, ഈ പഠന പ്രശ്നങ്ങൾ പെരുമാറ്റ പ്രശ്നങ്ങൾ കൂടിയായിട്ട് മാറും. കാരണം കുട്ടിക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്, പഠിക്കുന്ന ക്ലാസ്സും അവനുമായിട്ടൊരു ഗ്യാപ്പ് വരും. 8ാം ക്ലാസ്സിലെത്തുന്ന കുട്ടിക്ക് മാത്തമാറ്റിക്സിൻ്റെ ഗണിതത്തിൻ്റെ ബേസിക് ഇല്ലെങ്കിൽ അവൻ പഠിക്കുന്ന മാത്സും അവന് തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവും. കാരണം മാത്സിൻ്റെ ഒരു പ്രശ്നവും മാത്സിൻ്റെ ഒരു പ്രത്യേകത ഒരു ലീനിയർ സബ്ജക്റ്റാണ്, രേഖീയ വിഷയമാണ്. 1 മനസ്സിലായാലേ 2 മനസ്സിലാവും, 1ഉം 2ഉം മനസ്സിലായാലേ 3 എന്താണെന്ന് മനസ്സിലാവും. ഇംഗ്ലീഷിൽ ഈ പ്രശ്നമല്ല, പഠിച്ചില്ലെങ്കിലും ബിയും സിയും ഒക്കെ പഠിക്കാൻ പറ്റും, ബിയും സി പഠിക്കാൻ പറ്റും. അപ്പോൾ താഴെ ക്ലാസ്സിൽ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ഇല്ലാതെ 8ാം ക്ലാസ്സിലെത്തുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബോർഡിൽ ടീച്ചർ എഴുതി കാണിക്കുന്നതൊക്കെ ഏതോ പിന്നെ മനസ്സിലാവാത്ത ഭാഷയിലെ സിനിമയിലെ സബ്ടൈറ്റിൽ പോലെ ആയിരിക്കും അവന് തോന്നുക. ഒന്നിനും മീനിങ് ഉണ്ടാവില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. ബ്രെയിൻ്റെ അകത്ത് സ്കീമാന്ന് പറയും, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ പതുക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവൻ്റെ കൂടെയുള്ളവരൊക്കെ നല്ല വഴി കൂടെ അറ്റൻഷൻ കിട്ടും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പഠനത്തിലൂടെ പോസിറ്റീവ് അറ്റൻഷൻ കിട്ടി തുടങ്ങും. ഈ അറ്റൻഷൻ കിട്ടാതിരിക്കുന്ന കുട്ടി നല്ല അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവ് അറ്റൻഷൻ വാങ്ങാൻ ശ്രമിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ഇല്ലാത്ത കാലത്ത്
നല്ല വെള്ളം ഇല്ലെങ്കിലും ഉള്ള വെള്ളം ഉപയോഗിക്കുമല്ലോ. അതെ, അതെ. അത് മലിനമായ വെള്ളമാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അത് മതി, അതേ ഉള്ളൂ. കുട്ടികൾ ഇതാ സംഭവിക്കുന്നത്. കുട്ടികൾ പലപ്പോഴും ട്രാക്ക് തെറ്റുന്ന ഇവിടുന്ന്. അക്കാഡമിക്കലി സ്ട്രോങ് അല്ലാത്ത കുട്ടി മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ കോൺഫിഡൻസ് കുറവായിരിക്കും. പഠന കാര്യങ്ങൾ കോൺഫിഡൻസ് കുറയുമ്പോൾ അവർക്ക് പെർഫോമൻസിനെ അത് ബാധിക്കും. അതിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ പഠനത്തിൽ പെർഫോം ചെയ്ത് എനിക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ചെയ്തിട്ടെങ്കിലും അറ്റൻഷൻ കിട്ടണം. അത് നല്ല അറ്റൻഷൻ കിട്ടില്ല, നെഗറ്റീവ് മതി, നെഗറ്റീവ് മതി. ആ കിട്ടുന്ന നെഗറ്റീവ് അറ്റൻഷൻ ഒരു പാറ്റേൺ ആയിട്ട് മാറും. അഥവാ നേരത്തെ നമ്മൾ പറയുന്നത് ഡിസോർഡർ ഓർഡർ ആയിട്ട് മാറും. ഈ പാറ്റേൺ ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ബിഹേവിയർ ആയിട്ട് ചിലപ്പോൾ ഉറച്ചു പോകും. അങ്ങനെ പലപ്പോഴും മോശമായ ഗ്യാങ്ങുകളിലേക്ക് കുട്ടികൾ പോകും. അപ്പോൾ ഈ മിഡിൽ സ്കൂൾ എന്നുള്ളത് ശരിക്കും രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട കാലം. എൻ്റെ കുട്ടിക്ക് മെയിൻലി മലയാളം, ഇംഗ്ലീഷ്, ഗണിതം ഈ 3 വിഷയങ്ങളിലെ കുട്ടി ഓക്കെയാണ്. അതിൻ്റെ അകത്ത് ഓക്കെയാണ് എന്ന് ഉറപ്പ് വരുത്തണം. ഇതില്ലാതെ ഹൈസ്കൂളിലെത്തുമ്പോൾ 2 പ്രശ്നമാണ്. ഒന്ന്, ഈ കോൺഫിഡൻസ് കുറവ്. 2, കുട്ടി ടീനേജിലാണ്. ടീനേജിലെത്തുമ്പോൾ ഓൾറെഡി കുട്ടിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടാവും. ഇതിൻ്റെ കോൺഫ്ലിക്റ്റും ഒരു ഭാഗത്തുണ്ടാവും. ഇത് കുട്ടിയിൽ ഒത്തിരി സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ കാരണം. അത് പല പെരുമാറ്റ പ്രശ്നങ്ങളും കുട്ടിയിൽ കൊണ്ടുവരും. മുതിർന്ന ക്ലാസ് ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ അതൊരു എക്സിറ്റ് പോയിൻ്റാണ് അല്ലേ. സെക്കൻഡറി എന്ന് പറയുന്നത് ഒരു എക്സിറ്റ് പോയിൻ്റാണ്. ഒരു സ്കൂളിനെ വിലയിരുത്തുന്ന പോയിൻ്റാണ്, അധ്യാപകരെ വിലയിരുത്തുന്ന പോയിൻ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ പാരൻസ് എല്ലാം ഭയങ്കര ക്യൂരിയസ് ആവുന്ന എത്രയാവണ് അല്ലെങ്കിൽ എത്ര A+, ഇങ്ങനെ ഒരു മത്സരം ഇങ്ങനെ പൊടി പിടിക്കുന്ന കാലമാണ്. അപ്പോൾ അവിടെ കുട്ടിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ അവിടെ കുട്ടിക്ക് കിട്ടേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സെക്കൻഡറി കഴിയുമ്പോൾ കുട്ടിക്ക് കിട്ടേണ്ടത് കുട്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കർ ആവണം. ഇൻഡിപെൻഡൻറ്റ് തിങ്കർ എന്ന് പറഞ്ഞാൽ അവൻ പഠിച്ചാൽ അവൾ പഠിച്ച വിഷയങ്ങളെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മളെല്ലാം സ്കൂളിൽ നിന്ന് സയൻസ് പഠിച്ചിട്ടുണ്ട്, ഗണിതം പഠിച്ചിട്ടുണ്ട്. അതിൽ പല കോൺസെപ്റ്റ് എന്താ നമുക്കിപ്പോഴും അറിയില്ല. സാധാരണ എപ്പോഴും തമാശയിൽ പറയുന്ന ഈ ഉസാഗ ലസാഗൊക്കെ എന്തിനാണ് പഠിച്ചെന്ന് ചോദിക്കാറുണ്ട്. അത് ഏറ്റവും ലൈഫിൽ ആവശ്യമുള്ള സംഗതിയാണ്. പക്ഷേ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പഠിച്ച സയൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനിൽ ശാസ്ത്രബോധം വളർത്തലാണ് സയൻസ് പഠനത്തിൻ്റെ ലക്ഷ്യം സ്കൂളിൽ. പക്ഷേ അവിടുന്ന് 10, 3, 4 വർഷം സയൻസ് പഠിച്ചാണെങ്കിൽ കുട്ടിക്ക് അവൻ്റെ ലൈഫിൽ ഈ പഠിച്ച സയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവും. സയൻറ്റിഫിക് ടെമ്പർ, യെസ്, കറക്റ്റ് വേർഡ് അതാണ്. സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവുന്നില്ല. ഇതില്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ഉണ്ടാവില്ല. അപ്പോൾ പഠനത്തിൽ ഈ ഒരു കോമ്പറ്റൻസി 10ാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവണം. മറ്റൊന്ന്, കുട്ടിക്ക് എന്താ പറയുക, കുട്ടീൻ്റെ ഒരു അവെയർനെസ്, സെൽഫ് അവെയർനെസ്. ഞാൻ ഇനെന്താ പഠിക്കേണ്ടത്, ഒരു ലക്ഷ്യബോധം പതുക്കെ കുട്ടിയിൽ വരണം എന്നാണ്. അത് സാധാരണ നമ്മൾ പാരൻസിനോടൊക്കെ പറയാറ് 6ാം ക്ലാസ് മുതൽ ഈ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന്. എന്താവണ്ടേ, ആരാവണ്ടേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വെറുതെ കുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുട്ടിക്കെന്നെ തോന്നുന്നത് ഞാനെന്തോ ആവേണ്ട ആളാണ്. അപ്പോൾ ഒരു മീനിങ് വരണം അവിടെ, ഒരു പർപ്പസ് അവിടെ കണക്ട് ചെയ്യണം തോന്നി തുടങ്ങും. 10 എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യണം, ഇതിങ്ങനെ പതുക്കെ ക്ലാരിറ്റിയിലേക്ക് വന്ന് തുടങ്ങും. അപ്പോൾ സെക്കൻഡറിയിലെത്തുമ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് വരുന്നു. ഒരു +2 എന്നുള്ളത്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു റോക്കറ്റിൻ്റെ ലോഞ്ചിങ് പാഡ് പോലെയാണ്. റോക്കറ്റ് പെട്ടെന്നുണ്ടാവില്ലല്ലോ, വർഷങ്ങളെടുത്തിട്ടാണ് റോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ടാവുക. ആ റോക്കറ്റ് അങ്ങ് വിടുകയാണ്. അതാണ് ശരിക്കും +2. ഏറ്റവും കുറവ് കുട്ടികളെ അധ്യാപകർക്ക് കിട്ടുന്ന സെഗ്മെൻറ്റാണിത് +2 എന്ന് പറയുന്നത്. +2 വർഷമേ ഉള്ളൂ. ആദ്യത്തെ 1 വർഷം വരെ പഠിക്കാൻ വേണ്ടിയിരുന്നു അധ്യാപകർക്ക്. 2ാമത്തെ വർഷം വരെ പോകാനായി. ഈ മാത്രമല്ല, ഒരു സ്കൂളിൽ തന്നെ ഇപ്പോൾ ഹൈസ്കൂളും +2 ഉണ്ടെങ്കിൽ ഈ 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിയായിരിക്കില്ല +2ലേക്ക് വരിക. ടോട്ടലി അവരെ മനോഭാവങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് കുട്ടികളെ കിട്ടുന്ന അധ്യാപകരാണ് +2ലെ അധ്യാപകർ. ഈ +2 കഴിയുമ്പോഴേ കുട്ടി നേരത്തെ പറഞ്ഞ റോക്കറ്റ് അതിൻ്റെ കറക്റ്റ് ഓർബിറ്റിലേക്ക് പോകണം. എല്ലാത്തിനും ഒരു പിന്നെ ഓർബിറ്റ് ഉണ്ടാവില്ല, കറങ്ങേണ്ട ഒരു ഭ്രമണപഥം ഉണ്ടാവും. ഈ കറക്റ്റ് ഭ്രമണപഥത്തിലേക്കുള്ള യാത്രയായിരിക്കണം അവിടെ നിന്ന് അങ്ങോട്ട് നടക്കേണ്ടത്. അപ്പോൾ ലക്ഷ്യബോധം കുറച്ചുകൂടെ ഷാർപ്പാക്കുകയും കുട്ടീൻ്റെ റൂട്ട് കറക്റ്റാക്കുകയും കൊടുക്കണം. ഇതിൽ അധ്യാപകർക്കും പിന്നെ രക്ഷിതാക്കൾക്കും വലിയ പങ്ക് കുട്ടിയെ ലൈഫിൽ സഹായിച്ചു കൊടുക്കാനുണ്ട്. അവിടെ രക്ഷിതാവിൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കലല്ല സ്കൂൾ ചോദിക്കാൻ വരുന്നത്. ഈ ലക്ഷ്യബോധം ക്രിയേറ്റ് ചെയ്യുന്നതിൽ പലപ്പോഴും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഫാൾട്ട് കൊണ്ട് കുട്ടികൾ സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ പല കേസുകളിലും വരാറുണ്ടല്ലോ. അതിനെങ്ങനെയാണ് രക്ഷിതാക്കൾ മാനേജ് ചെയ്യുന്നത്? അതായത് കുട്ടികളെന്ന് പറയുന്നത് അവരുടെ ഒരു വ്യക്തിത്വത്തെ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ള മനോഭാവം പലപ്പോഴും രക്ഷിതാക്കൾക്ക് നമ്മൾ കാണാറില്ല. തീർച്ചയായിട്ടും രക്ഷിതാക്കളുടെ 2 കാര്യങ്ങൾ. ഒന്ന്, ധാരണക്കുറവ്. ലോകം മാറുന്നുണ്ട്, മാറുന്ന ലോകത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ ധാരണയില്ലെങ്കിൽ രക്ഷിതാവ് പഴയ സ്റ്റേഷനിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ധാരണക്കുറവ് ഒരു പ്രശ്നമാവും പലപ്പോഴും. 2,
അമിതമായ ഇൻവോൾവ്മെൻറ്റ്. അതായത് രക്ഷിതാവ് കണ്ടുവച്ച സ്ട്രോങ് ആയൊരു ഫ്രെയിം ഉണ്ടാവും, ഇതാണ് വേണ്ടത്, ഇതാണ് നീ പഠിക്കേണ്ടത്. അത് ചിലപ്പോൾ കുട്ടീൻ്റെ കോമ്പിറ്റൻസിയുമായിട്ടോ കുട്ടിയുടെ ഇൻട്രസ്റ്റുമായിട്ടോ മാച്ച് ആവുന്നതായിരിക്കില്ല. കുട്ടീൻ്റെ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഫാമിലീൻ്റെ വാല്യൂ സിസ്റ്റമായിട്ട് ചിലപ്പോൾ മാച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ടെണ്ണത്തൊന്നും രക്ഷിതാവ് ഫ്രീ ആവണം. അതായത് ധാരണ വേണം, ക്ലാരിറ്റി വേണം. രണ്ട്, രക്ഷിതാവ് കണ്ട സ്വപ്നമല്ല കുട്ടിയിലൂടെ നടപ്പിലാക്കേണ്ടത്. കുട്ടി കാണുന്നൊരു സ്വപ്നം ഉണ്ടാവും, ആ സ്വപ്നം നല്ലതാണോ നോക്കണം, ആ സ്വപ്നത്തിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി അവനുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അതിനുള്ള കോമ്പിറ്റൻസി ഉണ്ടോ. ചിലപ്പോൾ ആഗ്രഹങ്ങളൊക്കെ കാണാൻ കുട്ടികൾ, പക്ഷേ കോമ്പിറ്റൻസി ഉണ്ടാവില്ല. ഭയങ്കര എഞ്ചിനീയർ എന്നൊക്കെ ആഗ്രഹമായിരിക്കും, മാത്സിൽ ചിലപ്പോൾ 0 ആയിരിക്കും ആൾ. അപ്പോൾ അതിനാണ് നേരത്തെ പറഞ്ഞ് ഷെയർ ചെയ്യാൻ തുടങ്ങണം. എന്താവണം വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കുറേ ക്ലാരിറ്റി അതിൻ്റെ അകത്തുനിന്ന് വന്നു തുടങ്ങും. ഈ കുട്ടികളുമായുള്ള കമ്മ്യൂണിക്കേഷൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കുട്ടിയുടെ പഠനകാര്യത്തിലൊക്കെ നന്നായി ശ്രദ്ധിച്ച് അവരോടൊപ്പം ഇരുന്ന് കഥകൾ പറഞ്ഞു കൊടുത്ത രക്ഷിതാക്കൾ കുട്ടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞു പോകുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടികളുമായി ഓരോ സമയത്തും വേണ്ട പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ രക്ഷിതാക്കൾക്കുള്ള ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ആയിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ക്വാളിറ്റിയുള്ള ഒരു ടൈം കിട്ടുക എന്നുള്ളതാണ്. ക്വാളിറ്റിയുള്ള ടൈം ഉണ്ട്, പക്ഷേ അത് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ സാധാരണ നമ്മൾ പറയാറ് അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. ഫാക്റ്റുകൾ ഷെയർ ചെയ്യും. വസ്തുതകൾ പറയാം. നാളെ സ്കൂളുണ്ടോ, നാളെ സ്കൂളില്ല, നല്ല മഴയാണല്ലോ, ഇതൊക്കെ ഫാക്റ്റാണ്, നമുക്ക് ആരോടും പറയത്. രണ്ടാമത്തെ അഭിപ്രായങ്ങളാണ്, ഒപ്പീനിയൻ നമ്മൾ ഷെയർ ചെയ്യുക കുറച്ചുകൂടി അടുപ്പുള്ള ആൾക്കാരായിട്ടാണ്. കാരണം ഈ അഭിപ്രായം പറയണമെങ്കിൽ ഒരു ഫ്രീഡം വേണമല്ലോ. മൂന്നാമത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ തലം എന്ന് പറയുന്നത് ഇമോഷൻസ്, ഫീലിങ്സ് ഷെയർ ചെയ്യുന്ന സ്പേസാണ്. അത് ഏറ്റവും ഇൻറ്റിമസിയുള്ള സർക്കിളിൻ്റെ അകത്ത് നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ ഒരു ഫാമിലീൻ്റെ അകത്ത് നടക്കേണ്ട കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ തലം. ഈ മൂന്നാമത്തെ തലത്ത് കണ്ട കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ കുട്ടി എവിടെ ഉണ്ട് എന്ന് രക്ഷിതാവിന് മനസ്സിലാവും. അതൊരു തേർഡ് പാർട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കില്ല. കുട്ടിയുടെ ലൈഫിൽ എന്ത് ക്രൈസിസ് ഉണ്ടെങ്കിലും ഇത് ഏറ്റവും ആദ്യം ഷെയർ ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും. പലപ്പോഴും കുട്ടികൾ പല കൂട്ടുകെട്ടുകാരനായിട്ട് പല സംഗതികൾ ചിലപ്പോൾ പലതിലൊക്കെ പെട്ടുപോകാം. പക്ഷെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇത് ഏറ്റവും ധൈര്യത്തിൽ തുറന്നു പറയാവുന്ന ഒരു അന്തരീക്ഷം വീട്ടിൻ്റെ അകത്ത് ഉറപ്പുവരുത്തിയാൽ മതി. അത് ശരിക്കും ഒരു ധൈര്യമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. എന്തും പറയാം, എന്തും ഷെയർ ചെയ്യാം. അത് ഏറ്റവും ആദ്യം അറിയേണ്ടത് വീട്ടിലായിരിക്കണം. അത് മതി. പ്രായാനുസൃതമായ അല്ലെങ്കിൽ പ്രായത്തിലേക്കുണ്ട ഒരുപാട് പല സംഗതികൾ കുട്ടികൾക്കൊക്കെ വരാം. പക്ഷെ അത് എവിടെ അറിഞ്ഞണം? വീട്ടിലറിയണം. വീട്ടിലറിയുക എന്നുള്ള സംഗതിയുണ്ട്. പലപ്പോഴും ഇത് വീട്ടിലറിയൽ അവസാനമായിരിക്കും. നാട്ടുകാർ മൊത്തം അറിഞ്ഞതിന് ശേഷമായിരിക്കും പലതും വീട്ടിലറിയാം. അത് ആ കമ്മ്യൂണിക്കേഷൻ്റെ ക്വാളിറ്റി ലെവലിൽ നിന്ന് സംഭവിക്കുന്നതാണ്. ഈ ക്വാളിറ്റിയുള്ള കമ്മ്യൂണിക്കേഷനും ക്വാളിറ്റിയുള്ള ടൈമും കുട്ടിക്ക് ഭയങ്കര ധൈര്യം കൊടുക്കും. എൻ്റെ കുടുംബം എൻ്റെ ഒപ്പം ഉണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്, ഇത്രയാണ് ശരിക്കും ആവശ്യമുള്ളൂ ശരിക്കും കുട്ടികൾക്ക്. അതാണ് എൻ്റെ മർമ്മം എവിടെയാണ്. ഈ ക്വാളിറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്താൻ പറ്റും. അതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ രക്ഷിതാക്കളൊക്കെ കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണല്ലോ, സ്കൂളുകളിലേക്ക് പോയിട്ട് സ്കൂളുകളിൽ തന്നെ ബാഡ് ഹാബിറ്റുകൾ ഒരുപാട് കുട്ടികൾ അവിടുന്ന് പഠിച്ചു വരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ടീനേജ് കാലഘട്ടത്തിലൊക്കെ വരാവുന്ന ചില ബാഡ് ഹാബിറ്റുകൾ അത് എങ്ങനെ മാനേജ് ചെയ്യാം? ഇപ്പോൾ അത് അതിനോട് കൂടെ തന്നെ വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ അഡിക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് അടക്കമുള്ള ഇങ്ങനെയുള്ള ചില ബേസിക് കാര്യങ്ങൾ അതിനെയൊക്കെ തടയിടാൻ, മാനേജ് ചെയ്യാൻ, കുട്ടികൾ അതിലൊന്നും പെട്ടുപോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഒരു രക്ഷിതാവിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഗുഡ്. ഇതിൻ്റെ ഒരു ബേസിക് സംഗതി എന്താ വെച്ചാൽ മനുഷ്യന് ആനന്ദം കൊടുക്കുന്ന ചില രാസവസ്തുക്കളുണ്ട് ശരീരത്തിൻ്റെ അകത്ത്, സന്തോഷം കൊടുക്കുന്ന. പ്രധാനമായിട്ട് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്ക് സന്തോഷം തരുന്ന ഒരു രാസവസ്തുവാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് സന്തോഷം തരുന്ന എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? സന്തോഷമല്ല, ശരിക്കും ഇത് ആനന്ദം എന്ന് പറയും. താൽക്കാലികമായ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും. താങ്കൾ സൂചിപ്പിച്ച ഈ സംഗതികളൊക്കെ ഒരു ട്രാപ്പാണ് ശരിക്കും. അത് അഡിക്ഷൻ, സ്ക്രീൻ ആവാം, ഡ്രഗ് ആവാം, ഇമ്മച്വർ റിലേഷൻഷിപ്പ് ആവാം, ഇതൊക്കെ അഡിക്ഷനാണ്. ഈ അഡിക്ഷൻ, അത് എല്ലാ അഡിക്ഷനും ട്രാപ്പാണ്. അപ്പം കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എത്തിപ്പെടുന്നത് ഒരു ഡോപ്പമിൻ ട്രാപ്പിൻ്റെ അകത്താണ്. തൽക്കാലത്തേക്കുള്ള ഒരു എൻഗേജ്മെൻറ്റ്, അത് നമുക്ക് ബ്രെയിനിൻ്റെ അകത്ത് ധാരാളം ഡോപ്പമിൻ സെക്രീഷൻ നടക്കും. അത് ഒരു ഭയങ്കര സുഖാവസ്ഥ നൽകും. ഇപ്പോൾ മൊബൈൽ കാണുമ്പോഴും എന്തുകൊണ്ട് കയ്യിൽ നിന്ന് വെക്കാൻ തോന്നുന്നില്ല എന്ന് വെച്ചാൽ അത്രയും ഡോപ്പമിൻ്റെ ഒരു ഫ്ലഷ് ബ്രെയിനിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരു പുസ്തകം ഒരു മൊബൈൽ ഒരു ടേബിളിൽ വെച്ചാൽ മുതിർന്നവർക്കാണെങ്കിൽ പോലും മൊബൈൽ എടുക്കാനാണ് തോന്നുന്നത്. കാര്യം മൊബൈൽ അത്രയും സ്പീഡിൽ, അത്രയും ഫാസ്റ്റായിട്ട്, അത്രയും അളവിൽ ഡോപ്പമിൻ ഉണ്ടാക്കുന്നുണ്ട്. പുസ്തകം ഉണ്ടാക്കും, പക്ഷെ അത് സമയമെടുക്കും.
സമയം എടുക്കുന്നതുകൊണ്ട് അത് കാത്തിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു ഏജിൽ ഇത്തരം ഒരുപാട് ട്രാപ്പുകളുണ്ട്. അത് പിന്നെ സ്ക്രീനിൻ്റെ രൂപത്തിലാവാം, ഡ്രഗിൻ്റെ രൂപത്തിലാവാം, സോഷ്യൽ മീഡിയൻ്റെ രൂപത്തിലാവാം, പല രൂപത്തിലാണെങ്കിലും ഇതൊരു ട്രാപ്പാണ്. തൽക്കാലത്തേക്കുള്ള സുഖാനുഭൂതി അത് തരും. ഈ വേറൊരു ഹാപ്പിനെസ് ഹോർമോൺ നമുക്കുണ്ട്, അത് സെറോട്ടോണിനാണ്. സെറോട്ടോണിൻ്റെ പ്രത്യേകത അത് ദീർഘകാലമായ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വലിയ ലക്ഷ്യങ്ങൾ, വലിയ ഡ്രീമുകൾ, ലൈഫിലെ ഗോള്, വലിയ അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ സെറോട്ടോണിൻ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ സെറോട്ടോണിൻ അച്ചീവ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഈ ഡോപ്പമിൻ ട്രാപ്പിൽ പെടുമ്പോഴാണ്. ഈ ഡോപ്പമിൻ ട്രാപ്പിൽ പെടുന്നു എന്നുള്ളതാണ് മനുഷ്യർക്ക് പറ്റുന്നൊരു കുഴപ്പം. അത് കൂടുതൽ പറ്റുക കുട്ടികൾക്കാണ്. കാരണം അവരുടെ ബ്രെയിൻ ഗ്രോത്ത് നടക്കുന്നേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഗ്രോത്ത് നമ്മൾ ബ്രെയിനിന്, ഈ ഫ്രണ്ടൽ ലോബിൻ്റെ ഗ്രോത്ത് പൂർത്തിയാവണമെങ്കിൽ മിനിമം 18 വയസ്സാവുമല്ലോ, മിനിമം അതാവും. അപ്പോൾ അതിന് മുമ്പാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ബ്രെയിന് പല തീരുമാനങ്ങളെടുക്കും. ആ തീരുമാനങ്ങളെ ആ ബ്രെയിന് തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരുത്തും. അപ്പോൾ ഇത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. രക്ഷിതാക്കളുടെ ബ്രെയിന് പ്രായപൂർത്തി എത്തിയതാണ്. അപ്പോൾ ആ പ്രായപൂർത്തി എത്തിയ തലച്ചോറ്, പ്രായപൂർത്തി എത്തിക്കൊണ്ടിരിക്കുന്ന തലച്ചോറിന് അറ്റൻഡ് ചെയ്യേണ്ട രീതിയുണ്ട്. അവർക്ക് പല തോന്നലുകളും വരും, ഇൻഫാക്ച്വേഷൻ വരും. അത് ശരിയാണ്, ഇത് ശരിയാണ്, അത് വേണം, ഇത് വേണം എന്നൊക്കെ തോന്നും. അത് ആ പ്രായത്തിൻ്റെ ഈ ബ്രെയിനിൻ്റെ ഗ്രോത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. അതാണ് ഈ ട്രാപ്പിൽ വിടാൻ അവരെ കാരണമാവുന്നത്. അവിടെ കുട്ടികളെ ചേർത്ത് പിടിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള സംഗതിയുണ്ട്. അതാണ് പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അഡോളസൻ്റ് ഏജിൽ കൊടുക്കേണ്ട ഈ ഒരു ഗൈഡൻസ് ഉണ്ട്. ഇത് ട്രാപ്പാണ്. ഈ ട്രാപ്പ് എങ്ങനെയാണ് അവർക്കൊരു ബാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. റൈറ്റ്. ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പോൾ അവസാനമായിട്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ബാഗ്, പുസ്തകം, യൂണിഫോം, കുട ഇങ്ങനെ തുടങ്ങി എല്ലാം നമ്മൾ പണം ചെലവഴിച്ച് വാങ്ങിക്കൊടുക്കും. അതിൻ്റെ ഒരു സീസണാണല്ലോ സ്കൂൾ തുറക്കുക എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾ അത്ര ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കുട്ടികളുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയും, അവരുമായിട്ട് ആ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കണം എന്ന് പറയും. അതിന് പറ്റിയ ചില ചോദ്യങ്ങളോ അതല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള അതിനൊരു സൊല്യൂഷൻ എന്താണ് കൊടുക്കുക? ഇത് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ധാരണക്കുറവുള്ള രക്ഷിതാക്കളുണ്ട്. കറക്റ്റാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് ഉണ്ടാക്കണമെന്ന്, പക്ഷേ ഹൗ എന്നുള്ളൊരു എങ്ങനെ തുടങ്ങണം എന്നറിയില്ല, കുട്ടികളോട് എങ്ങനെ സംസാരിച്ച് തുടങ്ങണം എന്നറിയില്ല. അതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ മുതിർന്ന ആളുകളും ട്രാപ്പിൻ്റെ അകത്താണ്. അതും കറക്റ്റ്. മുതിർന്ന ആളുകൾക്കും അവരത്തു നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇത് അവനവനിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. അവനവൻ്റെ മൊബൈൽ മാറ്റി വെക്കണം, അവനവൻ്റെ സ്ക്രീൻ ടൈം കുറക്കണം. ഈ സ്ക്രീൻ എൻഗേജ്മെൻറ്റ് കുറക്കാൻ തയ്യാറാത്തവരല്ല കേട്ടോ, കഴിയാത്ത പാരൻസ് പിന്നെ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം പാരൻറ്റിങ് തുടങ്ങേണ്ടത് അവനവനിൽ തന്നെയാണ്. സെൽഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട സാധനം. അപ്പോൾ കുട്ടികളെ അതിലേക്ക് പാകപ്പെടുത്തുന്നതിന് മുമ്പ് മുതിർന്നവർ പാകപ്പെടണം. പാരൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ആത്യന്തികമായിട്ട് പറയുമ്പോൾ അത് മക്കളെ നന്നാക്കുന്ന പരിപാടിൻ്റെ പേര് മാത്രമല്ല, മക്കൾ നല്ലവരായിട്ട് വളരാൻ മുതിർന്നവർ പാകപ്പെടുന്ന ഒരു പ്രോസസ്സിൻ്റെയും കൂടെ ഒരു പേരാണല്ലോ പാരൻറ്റിങ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ക്വാളിറ്റി ടൈം സൃഷ്ടിക്കണം എന്നുള്ളത് അത് പാരൻറ്റിൻ്റെയും കൂടെ പ്രയോറിറ്റിയിൽ വരണം. പാരൻറ്റിൻ്റെയും കൂടെ മുൻഗണനയിൽ വന്നു കഴിഞ്ഞാലേ അത് നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ചാൽ ഭയങ്കര ഗ്യാപ്പ് വരും ഇവർക്കിടയിൽ. ഈ ഗ്യാപ്പിലേക്ക് പലതും കയറി വരും. അപ്പോൾ അവിടെ ടൈമേ കൊടുക്കണ്ടുള്ളൂ ശരിക്കും. പിന്നീട് ഇതെല്ലാം കാര്യം വന്നതിന് ശേഷം പിന്നെ ടൈം എത്ര കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ ഈ പ്രയോറിറ്റിയിൽ ഇത് കൊണ്ടുവരിക എന്നുള്ളൊരു തീരുമാനം പാരൻസ് എടുക്കുക എന്നുള്ളത് അത് മതി. അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മളെ മുൻഗണനാക്രമത്തിൽ എന്താദ്യം വരുന്നു അതിന് നമുക്ക് സമയം ഉണ്ടാവും. അത് നമ്മൾ ചെയ്യുമല്ലോ. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും വേണമെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു പേഴ്സണൽ സാധനം ചെയ്യാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് പല കുടുംബങ്ങളിലത് സംഭവിക്കാത്തത്. റൈറ്റ്. സ്കൂൾ തുറക്കാൻ പോവാണ്. വിദ്യാർത്ഥികളെല്ലാവരും സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ രക്ഷിതാക്കൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ നമ്മളോട് സംസാരിച്ചത്. വളരെ നന്ദി ഈ അവസരത്തിൽ സംസാരിച്ചതിന്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.